മീൻകറി തയ്യാറാക്കുന്നൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു ലൈസാസ് ആൻഡ് വ്ളോഗ്. മീൻ മുളകിട്ടത് വളരെ ടേസ്റ്റോട് കൂടി വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. എല്ലാവർക്കും നമസ്കാരം. അതിനായിട്ട് എനിക്കിവിടെ കുറച്ച് ഫ്രഷ് അയില കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മീനൊന്ന് കട്ട് ചെയ്തിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടെടുക്കാം. മീൻ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാത്രം സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. സാധാരണ ഞാൻ മൺചട്ടിയിലാണ് മീൻ കറിയൊക്കെ വെക്കൽ. ഇന്ന് ഞാനൊരു സ്റ്റീൽ പാത്രമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി 2-3 ചെറിയ തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇട്ടിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഈ മീൻകറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തക്കാളി പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം തക്കാളി പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ചിട്ടുണ്ട് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ തക്കാളി വഴന്ന് കിട്ടും. ഇനി നമ്മൾ സാധാരണ കറി തയ്യാറാക്കുന്ന പോലെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ 2 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും കൂടി നമുക്ക് ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുള്ള കുടംപുളിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ കറി തയ്യാറാക്കി എടുക്കാം. നമ്മുടെ മീൻകറിയൊക്കെ തയ്യാറായി കിട്ടി. അപ്പോൾ നമ്മൾ വളരെ എളുപ്പത്തിലും നല്ല ടേസ്റ്റോട് കൂടി ചെയ്തെടുക്കാൻ പറ്റിയൊരു മീൻകറിയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഈ കറിയിലേക്ക് ഞാൻ കാശ്മീരി മുളക് പൊടി മാത്രമാണ് ചേർത്തിട്ടുള്ളത്. എരിവുള്ള മുളക് പൊടി തീരെ ചേർത്ത് കൊടുത്തിട്ടില്ല. അതേപോലെ കുടംപുളിയാണ് ചേർത്തത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ആകുമ്പോൾ കറിക്ക് നല്ലൊരു കളറും കിട്ടും. അതേപോലെ നല്ല എരിവും കുറവുണ്ടാവും, നല്ലൊരു ടേസ്റ്റും കൂടെ കിട്ടും. നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.